GMart Gulf Tonight, brought to you by GMart, affordable lifestyle shopping. Riyadh, Batha, Roda and Dammam, Saudi Arabia. In association with Goodwin Jewelers. ഹൃദയങ്ങൾക്കറിയാം ബന്ധങ്ങളുടെ മൂല്യം. GMart, affordable lifestyle shopping. Riyadh, Batha, Roda and Dammam, Saudi Arabia. നമസ്കാരം ഗൾഫ് ടുനൈറ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. കെ ബാബുവിനെതിരായ ബാർകോഡ് അന്വേഷണം വിജിലൻസ് അട്ടിമറിച്ചതിന് കൂടുതൽ തെളിവ് പുറത്ത്. ബാറുടമകളുടെ നിർണായകമായ മൊഴികൾ അവഗണിച്ചു. രേഖകൾ റിപ്പോർട്ടറിന്. സർക്കാർ ഇടപെട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. ഫറൂഖ് കോളേജിലെ ലിംഗവിവേചന വിഷയത്തിൽ ഫേസ്ബുക്കിൽ അഭിപ്രായ പ്രകടനം നടത്തിയ അധ്യാപകനെ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. അധ്യാപകനെ പുറത്താക്കിയത് ഒരു അറിയിപ്പും നൽകാതെ. ഫോണിൽ നേരിട്ട് വിളിച്ച് ഇനി ജോലിക്ക് വരേണ്ടെന്ന് അറിയിച്ചു. നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഹമ്മദ് ഷഫീഖ്. ഇന്ത്യ UAE ഇക്കണോമിക് ഫോറത്തിന് ദുബൈയിൽ തുടക്കം. ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി സംഗമം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എല്ലാ മേഖലകളും വിദേശ നിക്ഷേപത്തിന് തുറന്നു നൽകുക ലക്ഷ്യമെന്ന് ജെയ്റ്റ്ലി. അബുദാബി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച നടത്തും. UAE പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യും. UAE ഫെഡറൽ നാഷണൽ കൌൺസിലിലേക്ക് 20 പുതിയ അംഗങ്ങളെ നിയമിച്ചു. പുതിയ അംഗങ്ങളിൽ 8 പേർ വനിതകൾ. ഈ വർഷത്തെ ഉംറ സീസൺ നവംബർ 27-ന് തുടങ്ങും. തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഇതിനകം പൂർത്തിയായി. തീർത്ഥാടക സുരക്ഷ അതിപ്രധാനമെന്ന് സൗദി. ഫറൂഖ് കോളേജിലെ ലിംഗവിവേചന വിഷയത്തിൽ ഫേസ്ബുക്കിൽ അഭിപ്രായ പ്രകടനം നടത്തിയ അധ്യാപകനെ മാനേജ്മെന്റ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അരീക്കോട് സുല്ല മുസ്ലാം സയൻസ് കോളേജിലെ അധ്യാപകനായ ഷെഫീഖിനെയാണ് കോളേജിൽ നിന്ന് പുറത്താക്കിയത്. രേഖാപരമായ യാതൊരു അറിയിപ്പും നൽകാതെയായിരുന്നു അധ്യാപകനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. ഫോണിൽ നേരിട്ട് വിളിച്ച് ഇനി മുതൽ ജോലിക്ക് വരേണ്ടെന്ന് അറിയിക്കുകയായിരുന്നു. ഫറൂഖ് കോളേജിലെ ലിംഗവിവേചനത്തിനെതിരെ ഫേസ്ബുക്കിൽ വന്ന ചില പോസ്റ്റുകൾക്ക് കമന്റ് ഇട്ടതാണ് ജോലി നഷ്ടപ്പെടാൻ കാരണമെന്നും ഷെഫീഖ് പറഞ്ഞു. തന്റെ കമന്റിലെ ഭാഷ മോശമാണെന്നും ഇവിടെ ജോലി ചെയ്യുന്ന അധ്യാപകൻ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തരുതെന്നും പറഞ്ഞ് മാനേജ്മെന്റ് രംഗത്ത് വരികയായിരുന്നു. പോസ്റ്റിട്ടതിന് ജോലി നഷ്ടപ്പെട്ടതായി അധ്യാപകൻ തന്നെ ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയായിരുന്നു. ഫറൂഖിലെ ലിംഗവിവേചന വിഷയത്തിൽ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഹമ്മദ് ഷഫീഖ് പറഞ്ഞു. ജോലി നഷ്ടമായതിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നും അധ്യാപകൻ വ്യക്തമാക്കി. നമ്മോടൊപ്പം ശ്രീ രാധാകൃഷ്ണൻ മാച്ചിങ്കൽ. ആദ്യം ശ്രീ രാധാകൃഷ്ണൻ മാച്ചിങ്കൽ, കോളേജിലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു വലിയ തെറ്റാകുക? ഇടകലർന്നിരിക്കുന്നത് തെറ്റാണെന്ന് വാദിക്കുന്ന ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് എത്രത്തോളം അപഹാസ്യമായ നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്? ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞാൽ അപഹാസ്യമാണ് എന്ന് തന്നെ പറയും. അപ്പോൾ എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് 84 മുതൽ 91 വരെയാണ്. ഞാൻ പഠിച്ചത് തൃശ്ശൂർ ശ്രീ കേരളവർമ്മ. ഞാൻ ഇതിന് മുൻപ് പഠിച്ചിരുന്നത് ഒരു മിക്സഡ് സ്കൂളിൽ തന്നെയാണ്. ഈ മിക്സഡ് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കേരളവർമ്മയിലേക്ക് വരുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവിടെ ഇങ്ങനെ ഇടകലർന്ന് ഒന്നുപോലെ ജീവിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളൊന്നുമല്ല. എന്നെ ആകർഷിച്ചത് അന്ന് ആ കാലഘട്ടത്തിൽ ക്യാമ്പസിലുണ്ടായിരുന്ന ഒരു സാംസ്കാരികത, ആ കാലഘട്ടത്തിൽ ക്യാമ്പസിലുണ്ടായിരുന്ന ഒരു വൈബ്രൻസി, ഇതെല്ലാമാണ് എന്നെ ആകർഷിച്ചത്. ഇപ്പോൾ എനിക്കറിയില്ല, ഈ ക്യാമ്പസ് രാഷ്ട്രീയം ഞാൻ പറയും വേണമായിരുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ പലരും ക്യാമ്പസ് രാഷ്ട്രീയം എടുത്തു കളഞ്ഞതിനെ വലിയ വലിയ നേതാക്കൾ വരെ തെറ്റായി പോയി എന്നൊരർത്ഥത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുണ്ടായിരുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് അതിനുശേഷം ക്യാമ്പസ് രാഷ്ട്രീയം എടുത്തു കളഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന കുറച്ച് ഒരു വിഭാഗീയതകളുണ്ടല്ലോ, അതൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. ഒറ്റ വാക്കിൽ ഞാൻ പറയും അപഹാസ്യം തന്നെയാണ്. ഒരിക്കലും ഒരു ക്യാമ്പസിൽ, ഈ കാലഘട്ടത്തിൽ ഒരു ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള ഡിവിഷൻസ് പാടില്ല എന്നത് തന്നെയാണ് എൻ്റെ. തീർച്ചയായിട്ടും. ശ്രീ സയ്യിദ് അഹമ്മദ് ജുനൈദ് തങ്ങൾ നമ്മോടൊപ്പം ചേരുന്നു, ശക്തി അബുദാബി. ശ്രീ സയ്യിദ് അഹമ്മദ്, ഈ പറഞ്ഞതുപോലെ ദീപ നിശാന്തിനെതിരെ കേരളവർമ്മ കോളേജിൽ എടുത്തതാകട്ടെ, ഇപ്പോൾ ഇവിടെ വിദ്യാർത്ഥിക്കെതിരെ പ്രതികരിച്ച വിദ്യാർത്ഥിക്കെതിരെ എടുത്തതാകട്ടെ, ഇതെല്ലാം ഒരു തരത്തിൽ ഫാസിസം തന്നെയാണ്, അല്ലെങ്കിൽ ഇതൊന്നും അംഗീകരിക്കാവുന്ന ഒരു നടപടിയല്ല. അപ്പോൾ ഇതിനെതിരെ ഒരു ശക്തമായ പ്രതികരണം ഉയർന്നു വരേണ്ടതുണ്ട് വിവിധ മേഖലകളിൽ നിന്ന്. ഇതൊരു കോളേജിലെ ചെറിയ വിഷയം മാത്രമായി കണക്കാക്കേണ്ടതല്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായും ഞാൻ പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയേണ്ടതുണ്ട്. ഒന്ന്, വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം മാത്രമല്ല, ഇത് നമ്മൾ മോഡിക്കെതിരെ അല്ലെങ്കിൽ മോഡി പ്രതിനിധീകരിക്കുന്ന ഒരു ഏകാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ, അല്ലെങ്കിൽ ഫാസിസത്തിനെതിരെ, അല്ലെങ്കിൽ വർഗീയതക്കെതിരെ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ
അതിന്റെ പല രീതിയിലുള്ള കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിൽ നിന്നാണ് വരുന്നത്. കൂടുതൽ യാഥാസ്ഥിക മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഞാൻ വരുന്നത്. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ മദ്രസയിൽ മതപഠനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയിരുന്നത് തൊട്ടടുത്ത വീടുകളിലെ മുഴുവൻ കുട്ടികളും, അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഒന്നിച്ചിട്ടാണ് മദ്രസയിൽ പോയിരുന്നത്. ഞങ്ങൾ പഠിച്ചിരുന്ന ചെറുപ്പകാലത്ത് മദ്രസയിൽ നബിദിന ഘോഷയാത്രകൾ ഉണ്ടായിരുന്നു. ഈ ഘോഷയാത്രകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഞങ്ങൾ ഒന്നിച്ചാണ് പങ്കെടുത്തിരുന്നത്. ഞങ്ങൾക്ക് വീടുകളിൽ മുമ്പ് ഖവാലിയും എന്താ പറയുക മെഹഫിലും മൗലൂദും കാര്യങ്ങൾ അത്തരത്തിലുള്ള പല രീതിയിലുള്ള കലാരൂപങ്ങളും നിലനിന്നിരുന്നു. ഇന്ന് അതൊന്നും എവിടെയും നിലനിൽക്കുന്നില്ല. ഇത്തരത്തിൽ കുറെ സമൂഹത്തിൽ മൊത്തത്തിൽ പിന്നോട്ട് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ കലാരൂപങ്ങളുടെയും എല്ലാത്തിനും നിഷേധിച്ച് ഒരു താലിബാനിസം അടിച്ചേൽപ്പിക്കുന്ന ഒരു പൊതുസമൂഹം മുസ്ലിം സമുദായം സ്വയം ഭീഷണി നേരിടുകയാണ്. ശരിക്കും മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ ശക്തമായി നേരിടേണ്ടത് അതിനെ തന്നെയാണ്. കലാരൂപങ്ങളുടെ അല്ലെങ്കിൽ സാംസ്കാരിക സർഗ പ്രവർത്തനങ്ങളുടെ ഒരു അഭാവം ആ മുസ്ലിം സമുദായത്തിന്റെ നിലവിലുള്ള അവസ്ഥ സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഭീകരമാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ കലാലയ രാഷ്ട്രീയം. ഞാൻ കലാലയ രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോ പൊന്നാനി MES കോളേജിൽ പഠിക്കുന്ന കാലത്ത് സജീവമായി കലാലയ രാഷ്ട്രീയ രംഗത്ത് വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. ഞങ്ങൾ ആരും മോശമായിട്ട് ഒരു പെൺകുട്ടിനെയും കണ്ടിട്ടുമില്ല, സമീപിച്ചിട്ടുമില്ല. അതേസമയത്ത് ഞങ്ങൾ അന്നേ പറയുന്നു, ഞങ്ങളൊക്കെ എന്താ പറയാ, ഈ എലിയെ കൊല്ലുന്നതിനോട് ഇല്ലം ചൂടുന്ന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ മുഴുവൻ നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ സംഘടനാ രംഗത്ത് അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ പകരം വെക്കാൻ പോകുന്നത് മതജാതി രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളാണ് എന്ന്. അന്ന് സംഘടനാ പ്രവർത്തനത്തിന് നിരോധിക്കുന്നതിന്റെ ഏറ്റവും ശക്തനായ വക്താവായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി പോലും ഇന്ന് അത് തെറ്റാണ് എന്ന് പറയുന്നു. പറഞ്ഞിട്ടുണ്ട്. വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് അഷ്റഫ് എന്നൊരു പ്രേക്ഷകനുണ്ട്. അഷ്റഫ്, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ അഷ്റഫ്. അതായത് ഇപ്പൊ ഈ വിഷയത്തെ കുറിച്ചിട്ട് നമുക്ക് 2-3 ദിവസങ്ങളായി ഇപ്പൊ ഈ വാർത്തയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മള് ഇന്ന് നമ്മുടെ നാട്ടിലെ, അതായത് കേരളത്തിലെ വടക്കൻ കേരളത്തില് മലബാർ മേഖലകളില് കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു ഏരിയകളില് പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിന്റെ കുറെ ആൾക്കാര് നമ്മുടെ നാട്ടില് താലിബാനിസം, ഇപ്പൊ നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ താലിബാനിസം വളർത്താനുള്ള ഒരു ചിന്താഗതിയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഭരതനാട്യം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം പെൺകുട്ടിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ കലനെ കുറിച്ചിട്ട് അറിയാത്ത കുറെ മുസ്ലിം ജനങ്ങളുണ്ട്. അതായത് ഈ കുറെ കോളേജ് പ്രിൻസിപ്പാള് എന്താണ് കല, എന്തിനാണ് ഈ കലകൾ, കുട്ടികൾ എന്താണ് അഭ്യസിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയാത്ത കുറെ കോളേജ് പ്രിൻസിപ്പാള് മുസ്ലിങ്ങളിൽ തന്നെ മുസ്ലിം ലീഗിന്റെ കുറെ പ്രവർത്തകന്മാരുണ്ട്. അപ്പൊ അത് വെറും വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു ബെഞ്ചിലിരുന്ന് എന്താ തെറ്റ്? ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരുന്നിരുന്ന. അഷ്റഫ് ബഹറിൽ നിന്ന് പ്രതികരിച്ചത്. ശ്രീ റൌഫ് മഷൂർ, ഈ ചോദിച്ചതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചൊരു ക്ലാസ് ബെഞ്ചിലിരുന്നാൽ എന്താണ് തെറ്റ് എന്നാണ് ഉയർന്നൊരു ചോദ്യം. ഇപ്പോൾ ഇസ്ലാം ആകട്ടെ അല്ലെങ്കിൽ ഹിന്ദു മതമാകട്ടെ, ഏതായാലും മതപരമായ അസഹിഷ്ണുത ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു. ഒരു ഭാഗത്ത് നമ്മൾ രാജ്യത്ത് അസഹിഷ്ണുത വളരുന്നു എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ആദ്യമായി എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ മാധ്യമ സംസ്കാരം, അതായത് മാധ്യമ നീതി നിങ്ങൾ പുലർത്തുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏത് കോളേജിൽ നിന്നാണോ പുറത്താക്കിയത് ആ കോളേജിന്റെ ഒരു പ്രതിനിധികൾ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കണം. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഫേസ്ബുക്കിലൂടെയാണ്. ഇത് ഒഫീഷ്യലായിട്ടോ ഔദ്യോഗികമായിട്ടോ പത്രത്തിലോ എവിടെയില്ല. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, എനിക്ക് ഫോണിലൂടെ ഒരു പുറത്താക്കൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹത്തെ അവിടെ കോളേജിലെ പെർമനന്റ് സ്റ്റാഫ് ലെക്ചറല്ല, താൽക്കാലിക ലെക്ചറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് നിങ്ങൾ ആരെയും വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഒരു കോളേജിലും പഠിപ്പിക്കാനുള്ള അർഹനല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിലല്ല, ഒരു അധ്യാപകൻ ഏത് നീതി പുലർത്തണം, അത് അധ്യാപകന്റേതായ ധർമ്മം എന്താണ് അത് മനസ്സിലാക്കിയിട്ട് വേണം. കാരണം അദ്ദേഹത്തെ കണ്ടാണ് കുട്ടികൾ പഠിക്കേണ്ടത്. അപ്പൊ പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഞാനിത് നിയമപരമായ നടപടിയിലേക്ക് നീങ്ങുന്നില്ല. അതിൽ തന്നെ സാധാരണക്കാരനായ ഞങ്ങളെപ്പോൾ എനിക്ക് ഒരു സംശയമുണ്ട്. അഥവാ അങ്ങനെ കോളേജ് ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല അദ്ദേഹത്തിന്റെ മറ്റ് നിലപാടിനോടുള്ളൊരു എതിർപ്പ് കണ്ടായിരിക്കണം പുറത്താക്കിയത് എന്നാണ്
ഈ അധ്യാപകന്റെ കാര്യം അവിടെ ശ്രീ റൌഫ് മഷൂർ അധ്യാപകന്റെ കാര്യം നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ ഫറൂഖ് കോളേജിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ്. നമുക്കറിയാം ഒരു വിദ്യാർത്ഥിയുടെ പലതരത്തിലുള്ള വ്യക്തിത്വ വികസനത്തിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അവർ പഠിക്കുന്ന വിദ്യാലയവും അതിന്റെ ഒരു പരിതസ്ഥിതിയും അവിടെ നൽകി കൊടുക്കുന്ന മൂല്യങ്ങളും എല്ലാം എന്നറിയാം. അത് ഇത്രമാത്രം സങ്കീർണമായാൽ എങ്ങനെയാണ് ഒരു നല്ല ജനറേഷനെ രൂപപ്പെടുത്താൻ അത് സഹായിക്കുക? ഒരിക്കലുമല്ല. ഫറൂഖ് കോളേജ് 1948 തുടങ്ങിയ ഫറൂഖ് കോളേജിൽ ഒരിക്കലും സങ്കീർണമായ ഒരവസ്ഥയും കടന്നു പോകുന്നില്ല. അവിടെ ലിംഗവിവേചനമില്ല എന്നത് വ്യക്തമായ കാര്യമാണ്. കാരണം 1,08,000 ഡിഗ്രി അപേക്ഷകര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്. ഈ 1,08,000 45,000 അപേക്ഷകരാണ് ഫറൂഖ് കോളേജിലേക്ക് വരുന്നത്. ആകെ ഫറൂഖ് കോളേജിൽ 3000 സീറ്റേ ഉള്ളൂ. അങ്ങനെ ഫറൂഖ് കോളേജ് ഒരു പ്രശ്നമുള്ള കോളേജാണ്. അതല്ലെങ്കിൽ ഫറൂഖ് കോളേജിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ലിംഗവിവേചനമുള്ള കോളേജോ മറ്റു രീതിയിലുള്ള കോളേജാണെങ്കിൽ ഇത്രയും അധികം അപേക്ഷ വരുന്നത് എന്തുകൊണ്ട്? 45,000 അപേക്ഷകളാണ് ഫറൂഖ് കോളേജിലേക്ക് ഡിഗ്രിക്ക് സീറ്റ്. അങ്ങനെ മറ്റൊരു കാര്യം, ഈ സസ്പെൻഷൻ കൊടുത്ത് നൽകപ്പെട്ട വിദ്യാർത്ഥി തന്നെ പറയുന്നത് അധ്യാപക കുട്ടിയോട് ചോദിച്ച ഓരോ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്റെ മക്കൾ വലുതാവുമ്പോൾ അവർക്ക് രണ്ടുപേർ അത്തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തുക, 2 പെൺകുട്ടികളുടെ ഇടയിൽ ഇരുന്ന് പഠിച്ചപ്പോൾ നിനക്ക് എന്താണ്, അത്തരത്തിലൊക്കെ വളരെ മോശമായ പരാമർശങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ. 9 കുട്ടികളെ പുറത്താക്കി. 9 കുട്ടികളെ പുറത്താക്കിയതിൽ 8 കുട്ടികളും മാപ്പ് എഴുതി കൊടുത്തു. 8 കുട്ടികളും രക്ഷിതാക്കന്മാർ വന്ന് മാപ്പ് എഴുതി കൊടുത്തു, ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു. ഈ 8 കുട്ടികളുടെ ഭാഗം മാധ്യമ ധർമ്മം എന്ന നിലയിൽ കേൾക്കാതെ ഈ ഒരു കുട്ടിയുടെ ഭാഗം ഒരു കുട്ടിന്റെ വാക്ക് മാത്രം കേട്ടിട്ട് ഇത്തരം ചർച്ചകൾക്ക് വിധേയമാക്കുന്നതിന് തുടരുക. താങ്കൾ വരാം. ഇപ്പോൾ അബുദാബിയിൽ നിന്ന് അഷ്റഫ് എന്നൊരു പ്രേക്ഷകനുണ്ട്. അഷ്റഫ് സംസാരിച്ചോളൂ. അഷ്റഫ്. ഹലോ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, പറയൂ. ഈ എന്തിനാണ് ഈ പറയപ്പെടുന്നവരെ അവന്റെ പെങ്ങന്മാർ അവരെ പെങ്ങന്മാരൊക്കെ ഇതിൽ കൊടുന്നിരുത്താൻ പറ്റും? അവന്റെ കൂടെ നമ്മളെ പിള്ളേരുടെ കൂടെ. അഷ്റഫ് അബുദാബിയിൽ നിന്ന് പ്രതികരിച്ചത്. ശ്രീ സയ്യിദ് അഹമ്മദ്, ഈ ശ്രീ റൌഫ് മഷൂർ പറയുന്നത് പോലെ അങ്ങനെ ലളിതവൽക്കരിച്ച് അല്ലെങ്കിൽ ഒരാൾ മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധിച്ച് നിന്നു, അതുകൊണ്ട് ഇതിനെ സംശയിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ചിലപ്പോൾ ആ ഒരു കുട്ടിക്ക് മാത്രമേ പ്രതികരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. നമുക്കറിയാം ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ പോലും പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന്. പെൺകുട്ടികൾ പുറത്തിറങ്ങി ആരോടെങ്കിലും സംസാരിച്ചാൽ പോലും അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടകളിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചാൽ പോലും എന്താണ് വാങ്ങിച്ചത്, എന്താണ് അവിടെ സംസാരിച്ചത്, ഈ കാര്യങ്ങളിലെല്ലാം അന്വേഷണം നടത്തുക. പബ്ലിക് ആയിട്ടുള്ള ഇരിപ്പിടങ്ങൾ ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രം എന്ന് എഴുതി വെക്കുക. ലൈബ്രറിയിൽ പോലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സോൺ ഉണ്ടാക്കി വെക്കുക. ലൈബ്രറിയിലൊക്കെ എന്ത് സംഭവിക്കാനാണ് ഒരുമിച്ചിരുന്ന് പുസ്തകം വായിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം? അതിനെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ അത്രമാത്രം ലളിതവൽക്കരിക്കാൻ സാധിക്കുന്നതാണോ? അല്ല, ഇതിന് വിഷയത്തെ തിരിച്ചുവിടാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത്. ഇത് ഏതെങ്കിലും ക്ലാസ് റൂമുകളിൽ ഒരു ബെഞ്ചിൽ ആണും പെണ്ണും ഇടകലർന്ന് ഇരിക്കുന്നതിന് അതിന്റെ വിഷയം വേറെ തന്നെയാണ്. അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടല്ല ഇത് വന്നത്. ഇത് ക്യാമ്പസിലെ പൊതു ഇടങ്ങൾ പോലും പെൺകുട്ടികൾക്ക് നിഷേധിക്കുന്നു. ഞാൻ അതാ പറഞ്ഞു, നേരെ സമൂഹത്തിലെ പൊതു ഇടങ്ങൾ ഈ മതസംഘടനകൾ തങ്ങളുടെ താലിബാനിസം അടിച്ചേൽപ്പിച്ച് എങ്ങനെയാണോ പെൺകുട്ടികൾക്ക് നിഷേധിച്ചത്, അതിന്റെ കൂടുതൽ രൂക്ഷമായ ഭാവങ്ങൾ ക്യാമ്പസുകളിൽ ഏറ്റവും കൂടുതൽ സർഗാത്മക മനുഷ്യന്റെ എന്താ പറയാ യൗവനം തുടുത്തു വരേണ്ട സമയത്ത് ഈ കുട്ടികളിലേക്ക് അവരുടെ എന്താ പറയുക സർഗവാസങ്ങൾ മുഴുവൻ തടുക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ മാറ്റണം. അത് മാത്രമല്ല, ഒരു അധ്യാപകൻ ഒരു സ്വന്തം വിദ്യാർത്ഥികൾ ആണാവട്ടെ പെണ്ണാവട്ടെ അവരൊന്നിച്ചുള്ള ഇടപഴകലിനെ അവരുടെ സൗഹൃദത്തെ തെറ്റായ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ ആരാവട്ടെ അദ്ദേഹത്തിന്റെ മനസ്സ് എത്രത്തോളം മലിനമാണ്. അത്രത്തോളം മലിനമായ അധ്യാപകർ ഏറ്റവും ചെയ്യേണ്ടത് ഈ കുട്ടികളെ മോശമാക്കി ചിത്രീകരിക്കാതെ സ്വന്തം നിലക്ക് ആ പണി വിട്ട് ഒഴിവായി പോവുകയാണ് വേണ്ടത്. അതിനുള്ള തന്റെ ഇടം കാണിച്ച് ഞങ്ങൾക്കത് പറ്റൂല എന്ന് പറയാം. ഇത് UGCയുടെയും സർക്കാരിന്റെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും മുഴുവൻ സാമ്പത്തിക ധനസഹായങ്ങളും എല്ലാം പറ്റിയിട്ട് അവിടെ ഒരു മതപഠനശാലയാക്കി മാറ്റാമെന്നുള്ള തിട്ടൂരം അത് മോഡി പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യാൻ ശ്രമിച്ചതും അതാണ്. കേരള വർമ്മ കോളേജിൽ ദീപാ നിശാന്ത് എന്ന അധ്യാപികക്കെതിരെ ശ്രമിച്ചതും അതാണ്. ഇപ്പോൾ ഷെഫീഖിനെതിരെ ശ്രമിക്കുന്നത് അതാണ്. ഇതിനു മുമ്പ് തൊട്ടു മുമ്പ് ഒരു മാസങ്ങൾക്ക് മുമ്പ് പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രദേശത്ത് അനീഷ് എന്ന് പറയുന്ന ഒരു മാഷ് അധ്യാപകനെ മാനേജ്മെന്റ് ഏകപക്ഷീയമായി പിരിച്ചുവിട്ടു. ആ അനീഷ് മാഷയുടെ പേരിൽ കള്ളക്കേസ് എടുത്തിട്ട്
തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഇന്ന് അത് ആ DDയും അല്ലെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത അധ്യാപകനും ഡോക്ടർ കോയ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് വിചാരണ ചെയ്യപ്പെടുകയാണ്. അത്തരത്തിലുള്ള തെറ്റായ ആരോപണങ്ങൾ വെച്ചിട്ട് ആ ഒരു മനുഷ്യനെ അതിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ മുന്നിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടായി. ജീവൻ തിരിച്ചു നൽകാൻ പറ്റുമോ ഈ അബ്ദുൾ റബ്ബിനും അല്ലെങ്കിൽ ഈ മാനേജ്മെന്റുകൾക്കും അതിൽ തെറ്റായ രീതിയിലും ഇവർ തെറ്റായ രീതിയിലുള്ള നയങ്ങൾ തുടരുന്നതിന് എതിരായിരുന്നില്ലേ ഈ ഏറ്റവും അവസാനത്തെ മലപ്പുറത്തെ ജനവിധി പോലും ഇവരുടെ താലിബാനിസത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം തന്നെയായിരുന്നു. തീർച്ചയായും വരാം താങ്കളിലേക്ക്. ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് അനീഷ് എന്നൊരു പ്രേക്ഷകൻ. അനീഷ് സംസാരിച്ചോളൂ. എനിക്ക് പറയാനുള്ളതല്ല എന്റെ സുഹൃത്ത് ഇപ്പൊ പറഞ്ഞു തീർത്തോളൂ. ഇപ്പൊ അതിന്റെ മുന്നേ എന്റെ ഒരു സുഹൃത്ത് പറയണ്ടായി സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമാണ് ഇദ്ദേഹം ഈ വാർത്ത കണ്ടത്. സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതിന്റെ മുന്നേ പല വാർത്തകളും ഇദ്ദേഹം കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനം മുസ്ലിം ലീഗിന്റെ എന്താണ് അവർ കാണിച്ചു കൂട്ടിയത്? നമ്മളെല്ലാം ഇതെല്ലാം കാണുന്നുണ്ട്. മറ്റു വിദേശത്തിരുന്ന് മറ്റു രാജ്യക്കാരും കൂടി നമ്മളെ കേരളത്തിന്റെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലകളുടെ ചേഷ്ടകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം എന്റെ സുഹൃത്ത് തൊട്ടു മുന്നേ പറഞ്ഞിട്ടുള്ളൂ. അനീഷ് കുവൈൽ നിന്ന് പ്രതികരിച്ചത്. ശ്രീ രാധാകൃഷ്ണൻ, ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിന് ഇന്ന് പുറത്താക്കപ്പെട്ട അധ്യാപകൻ പറഞ്ഞിരിക്കുന്നത് ഫാസിസം സാഹോദര്യപ്പെടുന്നത് മതത്തിന്റെ ആലയിൽ വെച്ചാണെന്നാണ്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കേരളവർമ്മ കോളേജ് ആയാലും ഇതുപോലെ ഈ പറഞ്ഞ പോലെ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഫറൂഖ് കോളേജ് ആയാലും ഏറെക്കുറെ സമാനമായ നിലപാടാണ് എടുക്കുന്നത്. ഈ മതങ്ങൾ ക്യാമ്പസിൽ അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നു എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ? കേരളോർമയിലെ വിഷയവും ഈ വിഷയവും രണ്ടാണ്. കേരളോർമയിലെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ അതല്ല ടോപ്പിക് എന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു സമൂഹമാണ്, വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഒരു സമൂഹമാണ്. ഈ സമൂഹത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നുപോലെ ജീവിച്ച് വളർന്ന് അവർ ഇന്ന പദവിയെ ഇന്ന പദവിയിലേക്ക് വരാൻ പാടുള്ളൂ, ഇന്ന പദവി പെൺകുട്ടികൾക്ക് പാടില്ല, ഇന്ന പദവിയിലെ ആൺകുട്ടികൾ വരാൻ പാടുള്ളൂ, അങ്ങനെ ഒരു ഡിവിഷനൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ പരസ്പരം മത്സരിച്ചിട്ടാണ് എല്ലാവരും പഠിച്ച് ജയിച്ച് ഉദ്യോഗത്തിലും വരുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ പരീക്ഷ എഴുതി കൂടുതൽ വിജയം നേടുന്നത് പെൺകുട്ടികളാണെങ്കിലും പിന്നീട് പദവികളിലേക്ക് വന്നിരുന്നത് ആൺകുട്ടികളായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. ഇപ്പൊ എല്ലാവരും പരസ്പരം ഇറ്റ്സ് എ ജനറൽ കോമ്പറ്റീഷൻ ഇപ്പോൾ ഞാൻ പറയും. അപ്പോൾ ഇവർക്ക് തുല്യമായിട്ട് ഇടപെടാനും പെരുമാറാനും അങ്ങനത്തെ ഒരു ലോകത്തിലേക്കാണ് ഇവർ ക്യാമ്പസിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അവിടെ ഇത്തരത്തിൽ ഒന്ന് പാടില്ല എന്ന് പറയുമ്പോഴാണ് എന്നാൽ എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു ചിന്ത വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ വരുന്നത്. അതൊന്നുമല്ലാതെ പരസ്പരം ഒത്ത് ഇടപഴകാനും സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറാനും സൗഹൃദത്തോടുകൂടി പെരുമാറാനുമുള്ള ഒരു വേദിയായിരിക്കണം ക്യാമ്പസുകൾ എന്നതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. ഇപ്പോൾ സെയ്ദ് എന്ന പ്രേക്ഷകൻ കുവൈറ്റിൽ നിന്ന് സംസാരിച്ചോളൂ. സെയ്ദ്, ഹലോ, സംസാരിച്ചോളൂ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അയാളെ? ഹലോ, പറഞ്ഞോളൂ. ശ്രീ റൌഫ് മഷൂർ, ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു കലാലയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇടയ്ക്ക് ഇത്തരത്തിൽ ബന്ധങ്ങൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുക, അധ്യാപകർ പോലും അത്തരത്തിൽ അങ്ങനെ അതിനെ കണ്ട് അങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ നടത്തുക എന്നതിൽ കവിഞ്ഞ് ഇപ്പോഴത്തെ ഒരു കാലത്ത് അല്ലെങ്കിൽ തന്നെ ചെയ്യേണ്ടത് എന്താണ്? നല്ല ബന്ധങ്ങൾ രൂപപ്പെടുത്താനുള്ള സഹായം അല്ലെങ്കിൽ അങ്ങനെ നല്ല ബന്ധങ്ങളിലേക്ക് നയിക്കുക, അതിനുവേണ്ട അങ്ങനെയുള്ള രൂപപ്പെടുത്താനുള്ള സഹായങ്ങളാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് വരേണ്ടത്. അക്കാര്യത്തിലൊരു സംശയവുമില്ലല്ലോ. അതിനുപരി ഇത്തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം നടത്തുന്നത് അത് എങ്ങനെയായിരിക്കും ബാധിക്കുക? ഞാൻ പറയുന്നത് ഈ നിങ്ങളുടെ ചർച്ച വഴിമാറി പോകുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവിടെ ഒരു പറ്റം ആൾക്കാർ മുസ്ലിം ലീഗിനെ പറ്റി പറയുന്നു, പിന്നെ താലിബാനിസം പറയുന്നു, പിന്നെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്നാണ് എനിക്ക് ദയവായിട്ട് അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾ ഷെഫീഖിന്റെ പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ചു. അല്ല, ഷെഫീഖിന്റെ വിഷയം മാറ്റി നിർത്തൂ. താങ്കൾ ദയവേത് ആ വിഷയം ഒന്ന് മാറ്റി നിർത്തൂ. ഞാൻ ചോദിച്ചത് ആ കോളേജിലെ അവസ്ഥയെ കുറിച്ചാണ്. രണ്ടാമത്തെ വിഷയം ഫറൂഖ് കോളേജിന്റെ ലിംഗവിവേചനമാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം. എന്തിന് കേരളത്തിലെ വുമൻസ് കോളേജ്? എന്തിനാണ് കേരളത്തിൽ വുമൻസ് കോളേജ്? വുമൻസ് കോളേജിന്റെ ആവശ്യമില്ലല്ലോ. ആദ്യമായിട്ട് വുമൻസ് കോളേജ് പൂട്ടിയിടാം. എന്നിട്ട് പോലെ പിന്നെ അതുകൂടാതെ ഗവൺമെന്റ് കോളേജുകൾ കോഴിക്കോട്ട് തന്നെയുള്ള ഗവൺമെന്റ് എന്തായാലും ഫറൂഖ് കോളേജ് ഒരു വിമൻസ് കോളേജ് അല്ലല്ലോ, അതൊരു മിക്സഡ് കോളേജ് ആണ്. ഇവിടെയൊക്കെ
ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞൊരു മിക്സഡ് കോളേജ് ആണ്. അപ്പോൾ അവിടെ അടുത്തിരിക്കാൻ പാടില്ല എന്ന് പറയാൻ എന്താണ് അധികാരമുള്ളത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്താണ് ആ ഒരു മാനസികാവസ്ഥ? പറഞ്ഞല്ലോ, ഈ ഫറൂഖ് കോളേജിൽ മാത്രമല്ലല്ലോ, എല്ലാ കോളേജിലും ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെല്ലുവിളിക്കാൻ തയ്യാറാണ്. കഴിഞ്ഞ കോളേജിൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, PG ക്ലാസ്സിൽ ഒഴിച്ച് എവിടെയും അടുത്തടുത്ത് ഇരുന്ന് ഒരു ബെഞ്ചിൽ ആണും പെണ്ണും ഇരിക്കുന്നില്ല. അത് ഞാൻ ഇപ്പോഴും ഫറൂഖ് കോളേജിൽ മറ്റു രീതിയിലുള്ള ഒരു വിധത്തിലുള്ള ഒരു ലിംഗവിവേചനവും അവിടെ ഇല്ല. അവിടെ നാടകത്തിൽ ഒരുമിച്ച് അഭിനയിക്കും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് അഭിനയിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞിടത്ത് നാടകങ്ങൾ പോലും ഒഴിവാക്കുന്നു മത്സര ഇനങ്ങളിൽ നിന്ന്. അങ്ങനെ എന്തെല്ലാം പരാതികൾ വരുന്നു, താങ്കൾ ഒന്നും അറിയുന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവത്തിൽ 15 വർഷമായി ഫറൂഖ് കോളേജാണ് 1ാം സ്ഥാനത്ത്. അങ്ങനെയാണെങ്കിൽ വെറും ഈ പറയുന്ന പെൺകുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ആൺകുട്ടികൾ മാത്രമായിട്ട് ഈ സമ്മാനം ലഭിക്കുമോ? അതായത് താങ്കൾ പറയുന്നത് അവിടെ ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മാത്രമായി അല്ലെങ്കിൽ പ്രത്യേകമായി ഒരു സോൺ അങ്ങനെ ഒരു ഒന്നില്ല, അല്ലെങ്കിൽ ഈ പബ്ലിക് ഇരിപ്പിടങ്ങളിൽ ആൺകുട്ടികൾക്ക് മാത്രം എന്ന് എഴുതി വെച്ചിട്ടില്ല, ഇങ്ങനെ ഒരു പ്രശ്നങ്ങളേ ഇല്ല, അവിടെ എല്ലാ കാര്യങ്ങളും ഈ താങ്കൾ പറയുന്ന പോലെയാണ് നടക്കുന്നതെന്നാണോ താങ്കൾ വാദിക്കുന്നത്? ഞാൻ പറയുന്നത് അവിടെ സാധാരണ കോളേജിൽ എങ്ങനെ നടക്കുന്നു അതുപോലെ തന്നെയാണ് ഫറൂഖ് കോളേജിൽ. പിന്നെ നമ്മൾക്ക് സ്ത്രീകൾക്കായിട്ട് കേരളത്തിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന, സ്ത്രീകളോട് നമ്മൾ വളരെയധികം അമ്മയാണ് എന്ന നിലയിൽ ബഹുമാനിക്കുന്ന രീതിയിലുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡിൽ പോയാൽ സ്ത്രീകൾക്ക് പ്രത്യേകം ഇരിപ്പിടമുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ സ്ത്രീകൾക്ക് പ്രത്യേകം ഇരിപ്പിടമുണ്ട്, എയർപോർട്ടുകളിൽ പോയാൽ സ്ത്രീകൾക്ക് പ്രത്യേകം ഇരിപ്പിടമുണ്ട്. അതുപോലെ സ്ത്രീകൾ അതും ഇതും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാൻ താങ്കൾക്ക് സാധിക്കുന്നു? അത് സ്ത്രീകൾക്ക് പ്രത്യേകം ഇരിപ്പിടമുണ്ട് എന്ന് കരുതി ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരിക്കരുത്, അങ്ങനെ ഇരുന്നാൽ അതിന്റെ ഉദ്ദേശം മറ്റെന്തോ ആണ്, മറ്റു തരത്തിലുള്ള ഫിസിക്കൽ പ്ലഷർ ആണ് അവർ ആഗ്രഹിക്കുന്നത്, അതിന്റെ പേരിലാണ് എന്നെല്ലാം അധ്യാപകർ പറയുന്നത്. വ്യക്തമായ അല്ലല്ല, അവിടെ പറഞ്ഞ ആൺകുട്ടികളും പെൺകുട്ടികളും ക്ലാസ്സിൽ അടുത്ത് ഒരു ബെഞ്ചിൽ ഇരിക്കരുത് എന്ന് മാത്രമേ അധ്യാപകൻ അന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെയാണ് ചോദ്യവും. ക്ലാസ്സിൽ അടുത്തിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യവും. അല്ല, എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിനല്ല പ്രസക്തി. എന്ന് നമ്മൾക്ക് മറ്റു കോളേജുകളിലെല്ലാം ഈ ഒരു കോളേജ് ഏതൊരു കോളേജിലാകട്ടെ ഇത്തരത്തിലൊരു രീതി പിന്തുടരുന്നത് എന്തിനാണ്? എല്ലാ അങ്ങനെയാണെങ്കിൽ ആദ്യം മുതൽ നമുക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോളേജുകൾ എടുക്കാം. സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഉണ്ടാകട്ടെ. ഈ കോഴിക്കോട് അല്ലെങ്കിൽ നമ്മൾ മലബാറിനെ പറ്റി അല്ല, ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രതിഷേധത്തെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ എന്തായാലും സാധിക്കുകയില്ലല്ലോ. ആ ഒരു സാഹചര്യത്തിലാണല്ലോ ഇത് ചർച്ച ചെയ്യപ്പെടുന്നതും. അതെ, ഈ ചർച്ച ചെയ്യപ്പെടുന്നത് വെറും ഞാൻ പറഞ്ഞല്ലോ, 9 കുട്ടീനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഈ 9 കുട്ടികളെ പുറത്താക്കിയപ്പോൾ 8 കുട്ടികളും പിറ്റേ ദിവസം വന്ന് മാനേജ്മെന്റ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് താങ്കൾ. വരാമ്പോൾ സൗദിയിൽ നിന്ന് രാജേഷ് എന്ന പ്രേക്ഷകനുണ്ട്. രാജേഷ് സംസാരിച്ചോളൂ. രാജേഷ് കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. മുന്നേ സംസാരിച്ച ഒരു വ്യക്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് ഇരിക്കാൻ പ്രത്യേക ഇരിപ്പിടം, ട്രെയിനിലുണ്ട്, എല്ലാവർക്കും സെപ്പറേറ്റ് ഇരിപ്പിടുണ്ട്. അപ്പൊ ആ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ആ ഇരിപ്പിടം സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് റിസർവ് ചെയ്തത്. അതിന്റെ അർത്ഥം പുരുഷന്മാർക്ക് ഉള്ള സീറ്റല്ല മറ്റുള്ളത്. മനസ്സിലായിക്കോ? അയാൾക്ക് ആ പുള്ളിക്ക് അറിയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. അത് ജനറൽ ആയിട്ടുള്ളതാണ്. ആ ജനറൽ ആയിട്ടുള്ളവർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ചിരിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് പുള്ളി മനസ്സിലാക്കട്ടെ ആദ്യം. പിന്നെ അടുത്തത് മതത്തിലേക്ക് വരാം. ഇതെല്ലാം പഠിപ്പിക്കുന്നത് മതം തന്നെയാ. അതാ പറഞ്ഞത്, ഈ പരമ്പരാഗതമായിട്ട് എത്രയോ കാലോചിതമായിട്ട് മാറ്റിമറിക്കേണ്ട മതഗ്രന്ഥങ്ങളാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. അതായത് ഇപ്പൊ ഇസ്ലാം മതപ്രകാരം തന്നെ അൽ ഹസാബ് എന്ന് പറഞ്ഞിട്ട് കമ്പൈൻ ഫോഴ്സസ് ആ സൂറയുടെ പേര്. ആ സൂറയുടെ 55 പറയുന്നതാണ്, സ്ത്രീകൾക്ക് തങ്ങളുടെ പിതാക്കളുമായോ പുത്രന്മാരുമായോ സഹോദരന്മാരുമായോ സഹോദര പുത്രന്മാരുമായോ സഹോദരി പുത്രന്മാരുമായോ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളുമായോ മാത്രമേ ഇടപെടാൻ പറ്റൂ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ മതപരമായിട്ടുള്ള ചടങ്ങുകളും ചിട്ടവട്ടങ്ങളും ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ മതപരമായ ചട്ടങ്ങളും ചിട്ടവട്ടങ്ങളും മാറ്റി നിർത്തി ഇത് മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർക്കും മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കും പരസ്പര സാഹോദര്യത്തോടെ സഞ്ചരിക്കാനും ജീവിക്കാനുമുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം ഒരുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. വരാം, അതിഥികൾ ദയവായി തുടരുക. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. G-Mart, affordable lifestyle shopping. Riyadh, Batha, Roda and Dammam, Saudi Arabia. I know when you're around, I won't need another. Dambas, life simplified.
Sanford presents City Flower Shopping Festival Season 6. Win 7 Land Cruiser Prado cars and gift vouchers worth 1 lakh riyal and get amazing prizes in Electronics Festival, Kitchen Festival, Jeans and T-shirt Festival, Health and Beauty Festival, and lots of social interactions. City Flower Shopping Festival, City Flower department stores and hypermarket across Saudi Arabia and Bahrain. ശ്രീ രാധാകൃഷ്ണൻ, ഈ ഫറൂഖ് കോളേജിനെ മദ്രസയാണെന്ന് വിശേഷിപ്പിക്കുന്നതിൽ അഭിമാനമുണ്ട് എന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് പ്രിൻസിപ്പൽ നടത്തിയത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കണമെങ്കിൽ തറവാട് സ്വത്ത് വിറ്റ് സ്ഥാപനം നടത്തട്ടെ എന്നാണ് KM ഷാജി MLA പ്രതികരണം. നമുക്കറിയാം ഈ സ്ഥാപനങ്ങളൊക്കെ സർക്കാരിൽ നിന്ന് വർഷാവർഷം ഗ്രാന്റ് വാങ്ങുന്നുണ്ട്. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അല്ലെങ്കിൽ UGCയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാവുകയാണ് ഈ സ്ഥാപനങ്ങൾ വേണ്ടത്. അതല്ലാതെ ഇത്തരത്തിൽ മതയാഥാസ്ഥിതിക കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കുകയാണോ കലാലയങ്ങൾ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഒരു പ്രിൻസിപ്പൾ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് സർവകലാശാല അധികൃതർ ചോദിക്കട്ടെ. സർവകലാശാലയുടെ അതായത് ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കലാണ് ഒരു സർവകലാശാലയുടെ മാനദണ്ഡം എന്നുണ്ടെങ്കിൽ സർവകലാശാല അധികൃതർ ആ പ്രിൻസിപ്പളിനോട് ചോദിക്കട്ടെ. പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ശ്രീ KM ഷാജിയോട് ചോദിക്കാനുള്ളത്, ഞാൻ വിചാരിച്ചത് അദ്ദേഹം ഈ കാലഘട്ടത്തിലെ ഒരു MLA ആണെന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും ചില അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ വൈബ്രൻസി എല്ലാം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നത്. എനിക്ക് അദ്ദേഹത്തിനോട് ഒരു ചെറിയൊരു റിക്വസ്റ്റ്, ആദ്യം ഇദ്ദേഹം അങ്ങനെയാണെങ്കിൽ കത്ത് കൊടുക്കേണ്ടത് നിയമസഭാ സ്പീക്കർക്കാ. അവിടെ ഇവരെല്ലാവരും ഇടപഴകി അതായത് ആൽഫബറ്റിക്കൽ ഓർഡറിലൊക്കെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നിയമസഭാ സ്പീക്കർക്ക് ലെറ്റർ കൊടുത്തിട്ട് അവിടെ സ്ത്രീകളും പുരുഷന്മാരും വേറെ വേറെ ഇരിക്കേണ്ടുന്ന ഒരു വേദിയാക്കി അത് മാറ്റട്ടെ. അപ്പോൾ ചോദിക്കും നിയമസഭയല്ലേ എന്നത്. ഇത്തരം നിയമസഭകൾ തന്നെയാണ് കർണാടകത്തിലാണെന്ന് തോന്നുന്നു, നിയമസഭകൾ തന്നെയാണ് ആരും കേൾക്കാത്ത ചില കാര്യങ്ങളും അതായത് ഈ മൊബൈൽ ഫോണിലൂടെ കണ്ടുകൊണ്ടിരുന്നിരുന്ന കാര്യവും നമ്മളെല്ലാം അറിഞ്ഞത്. അപ്പം നിയമസഭയിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നുണ്ട്. അത് KM ഷാജിയോടുള്ള മറുപടി. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു കലാലയം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രം തന്നെയാണ്. അവിടെ നിന്ന് കിട്ടുന്നത് അക്ഷര ബിംബങ്ങൾ തന്നെയാണ്. അതിലൂടെയാണ് വളരുന്നത്, അതിലൂടെയാണ് ഒരു സമൂഹം ഉണ്ടാകുന്നത്. അതിലൂടെ മാത്രമേ വിദ്യ കൊണ്ട് മാത്രമേ ഒരു സമൂഹത്തിനെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ആണോ ഒരു വിദ്യയുടെ മാനദണ്ഡമെന്ന് അല്ല, പലതും പഠിച്ചിട്ട് തന്നെയാണ് ഒരു നല്ല സമൂഹത്തിനെ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കുക. തീർച്ചയായിട്ടും. ഇപ്പോൾ സൗദിയിൽ നിന്ന് ബഷീർ എന്നൊരു പ്രേക്ഷകനുണ്ട്. ബഷീർ, സംസാരിച്ചോളൂ. എനിക്ക് പറയാനുള്ളത്, ഇവർ ഇതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് ഇത് താലിബാനല്ല, കേരളമാണ് അവർ ആദ്യം മനസ്സിലാക്കണം. KM ഷാജി ആയാലും ഇപ്പൊ അവിടെ ഇരുന്ന് ഭാര്യ അടിക്കുന്ന ഒരു ചങ്ങായിണ്ട്, അവർ കേരളമാണ് ആദ്യം മനസ്സിലാക്കട്ടെ. ഇവിടെ ഒന്നും നടക്കൂല ഇവരുടെ അഭ്യാസങ്ങൾ, അത് ആരെങ്കിലും മതി എന്ന് പറഞ്ഞത്. ഇവിടെ നടക്കൂല. ശ്രീ സയ്യിദ് അഹമ്മദ്, താങ്കൾ ആദ്യം സൂചിപ്പിച്ചൊരു പോയിന്റ് ഉണ്ട്, ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ലാതായതാണ് ഇതിനൊക്കെ വഴിവെച്ചത് എന്ന്. അന്ന് തന്നെ LDF അതിന് ക്യാമ്പസുകൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടും എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു, അല്ലെങ്കിൽ അതിനെതിരായിരുന്നു. അപ്പോൾ അത് സത്യമാകുന്നു, അത്തരത്തിലുള്ള ഒരു വലിയ അനീതികളിലേക്കൊക്കെ നീങ്ങുന്നു. ഇപ്പോൾ AK ആന്റണി തന്നെ പറയുകയുണ്ടായി ക്യാമ്പസ് രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ചത് ഒരു പിഴവായി പോയി എന്ന്. അപ്പോൾ അതിനെ അങ്ങനെ കൂടി വിലയിരുത്തേണ്ടതുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇതിന് തെറ്റായ രീതിയിലുള്ള ചില അർത്ഥങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി മറ്റു സുഹൃത്തുക്കൾ ശ്രമിക്കുന്നത് കണ്ടു. നമ്മൾ ഫറൂഖ് കോളേജിന്റെ സാംസ്കാരിക പൈതൃകത്തെയോ അതല്ലെങ്കിൽ അതിൽ മലബാറിലെ മേഖലയിൽ അല്ലെങ്കിൽ മുസ്ലിം പിന്നോക്കത്തിൽ നിന്നിരുന്ന മലബാറിലെ മാപ്പിളമാരുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഫറൂഖ് കോളേജ് വഹിച്ച പങ്കിന്റെ പ്രാധാന്യത്തെ ഒന്നും ഞാനൊരിക്കലും കുറച്ച് കാണുന്നില്ല. എന്റെ പിതാവ് ഫറൂഖ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞാൻ അതിന് ഫറൂഖ് കോളേജിൽ എന്റെ പിതാവ് പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഫറൂഖ് കോളേജ് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ്. അത് വേറെ വിഷയം. അത് രണ്ട്, ഫറൂഖ് കോളേജിൽ അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇടപെടാൻ വേണ്ടി മറ്റു സുഹൃത്ത് ശ്രമിക്കുന്നത് കണ്ടു. രണ്ട്, പിന്നെ സുഹൃത്ത് ഉദ്ദേശിച്ച ഒരു കാര്യം പറഞ്ഞു, വിമൻസ് കോളേജുകൾ വേണ്ടാന്ന്. വിമൻസ് കോളേജുകൾ ഉദ്ദേശിച്ചത് വിമൻസ് ഒരു കോട്ട കെട്ടി ഒരു കോട്ട പെണ്ണുങ്ങൾക്ക് മാത്രം ഒരു ലോകം ഉണ്ടാക്കിയെന്നല്ല അത്. മറിച്ച് സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കമായിരുന്നു കേരളം, അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും. അതിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അതിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നുള്ള രീതിയിൽ സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ സ്ത്രീകളുടെ സാമൂഹ്യ ഉന്നതിക്ക് ലക്ഷ്യം വെച്ചിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് വിമൻസ് സ്കൂളുകളും വിമൻസ് കോളേജുകളും. അതല്ലാതെ അത് വേറൊരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വന്നതല്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്,
നമ്മൾ ഏതൊരർത്ഥത്തിലാണോ നമ്മൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എന്താ പറയാ സംഘപരിവാറിന്റെ ഇടപെടലിനെ ഇതാക്കുന്നത്, അല്ലെങ്കിൽ ചരിത്ര ഗവേഷണ കൗൺസിലുകളിലെ സംഘപരിവാറിന്റെ ഇടപെടലുകൾ എങ്ങനെയാണ് കാണുന്നത്? ഭീമാ നിഷാദ് എന്ന അധ്യാപികക്കെതിരെ കേരളവർമ്മയിലെ ചില കോമരങ്ങൾ തുള്ളിയപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ കണ്ടത്? അതേ രൂപത്തിൽ തന്നെയാണ് ഫറൂഖ് കോളേജിന്റെ കാര്യങ്ങളെയും കാണുന്നത്. ഇത്തരത്തിൽ മനുഷ്യ മനസ്സ് മുഴുവനമായ ഈ വിഷലിപ്തമായി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വർഗീയ വിഷപ്പാമ്പ് സമൂഹത്തിലാകെ പണം വിടർത്തി ആടുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കേണ്ടത് യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ്. അതിന്റെ ഏറ്റവും വലിയ വേദികളായി മാറേണ്ടത് കേരളത്തിൽ നിന്നല്ല, ലോകത്തെവിടെയും ക്യാമ്പസുകളാണ്. അത്തരത്തിൽ ക്യാമ്പസുകൾ മാറേണ്ടതിന് ആ ചടുലത്തിലെ പ്രോത്സാഹിപ്പിക്കേണ്ട അധ്യാപകർ ഏറ്റവും മലിനമായ മനസ്സോടെ തന്റെ വിദ്യാർത്ഥികളെ ആൺ പെൺ തിരിച്ച് അവർ തമ്മിലുള്ള സൗഹൃദത്തെ ഏറ്റവും മോശമായി കാണുന്ന ആ മലിനമായ മനസ്സുള്ള അധ്യാപകർ ഈ പണി അവസാനിപ്പിക്കണം. ആദ്യം തീർച്ചയായും വ്യക്തമാണ്. ബഹറിൽ നിന്ന് യാസർ എന്നൊരു പ്രേക്ഷകനുണ്ട്. യാസർ സംസാരിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ. അതായത് എന്റെ ചോദ്യം റൌഫിന്റെ അടുത്താണ്. അതായത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒരു ബെഞ്ചിന്റെ ബെഞ്ചിന്റെ ബെഞ്ചിന്മേൽ ഇരുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിക്കാനൊന്നും പോണൊന്നുമില്ല. ഈ റൌഫിനെ പോലത്തെ ലൈംഗിക ചിന്താഗതിയുള്ള ആൾക്കാരെ ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ചാനലിലെ ചർച്ചകൾക്ക് വിളിക്കാതിരിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. യാസർ ബഹൽ നിന്ന് പ്രതികരിച്ചു. ശ്രീ രാധാകൃഷ്ണൻ, അവസാനമായി ഓട്ടോണമസ് പദവി ലഭിക്കുന്ന കോളേജുകളിലാണ് ഇത്തരം പ്രവണതകൾ സാധാരണ കൂടുന്നത് എന്നാണ് ഉയരുന്ന ഒരു വിമർശനം. ഓട്ടോണമസ് സംവിധാനത്തിന്റെ ഗുണവശങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അതിങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവണത, അത് മാനേജ്മെന്റുകൾ അത്തരത്തിലേക്ക് പോവുകയാണോ മാനേജ്മെന്റുകൾ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആരാണ് വലിയവൻ എന്നതാണ് ഒരു ചോദ്യം. ചെറിയവരായിട്ട് ആരുമില്ല. ആരാണ് വലിയവൻ? അപ്പോൾ ഓട്ടോണമസ് കോളേജ് ആണെങ്കിലും അല്ലാത്ത സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിലും ഞാനാണ് വലിയവൻ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം ചെയ്തികളിൽ പെട്ടതാണ് ഇത്തരത്തിൽ ആൺകുട്ടികൾ പെൺകുട്ടികളെ നോക്കാൻ പാടില്ല, പെൺകുട്ടികൾ ആൺകുട്ടികളെ നോക്കാൻ പാടില്ല, ഇടപഴകി ഇരിക്കാൻ പാടില്ല. ഞാനൊക്കെ അങ്ങനെ ഇരുന്നിരുന്നൊരു സ്കൂളിൽ നിന്നും വന്നതാണ്. അങ്ങനെ ഇടപഴകി ജീവിച്ചിരുന്ന ഒരു ക്യാമ്പസിൽ നിന്നും വന്നവരാണ്. കേരളോർമയിൽ ഉണ്ടായിരുന്ന, ഞാൻ മുന്നേ പറഞ്ഞല്ലോ, കേരളോർമയിൽ ഉണ്ടായ സംഭവവും ഈ സംഭവവും രണ്ടും രണ്ടാണ്. അവിടെ ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. ഇത്തരത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നായി കഴിയുന്ന ഒരു സമൂഹമാണ് വേണ്ടത്. അതാണല്ലോ ഒരു സമൂഹം. അല്ലാതെ ആൺകുട്ടികൾക്കൊരു സമൂഹം, പെൺകുട്ടികൾക്ക് മറ്റൊരു സമൂഹം, അത്തരത്തിൽ ഒരു വിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എല്ലാവരും ഒന്നായി വളരെ സ്വതന്ത്രമായി ഇടപഴകി ജീവിച്ച് ഒരു നല്ല സമൂഹത്തിനെയാണ് ഞാൻ കാണുവാൻ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രാധാകൃഷ്ണൻ മച്ചിങ്ങൽ, സെയ്ദ് അഹമ്മദ് ജുനൈദ് തങ്ങൾ, ശ്രീ റൌഫ് മഷൂർ, ഏവർക്കും നന്ദി. ഇടവേളയ്ക്ക് ശേഷം സൗദി റിപ്പോർട്ടർ കാണാം. GMart Gulf Tonight, brought to you by GMart, affordable lifestyle shopping. Riyadh, Batha, Roda and Dammam, Saudi Arabia. In association with GMart, affordable lifestyle shopping. Riyadh, Batha, Roda and Dammam, Saudi Arabia. Keep in mind, ABC Cargo always best carrier. ABC Cargo, #1 in GCC. ഇന്ത്യയിൽ എല്ലായിടത്തും വിതരണ ശൃംഖലകൾ. I know when you're around, I won't need another. Tambas, life simplified. സത്യം ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കെ എം മാണിയുടെ അഴിമതി കെ എം മാണിയുടെ വിഷയമാണ്. കാണാൻ പോണ പൂരത്തെ പറ്റി ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. അതൊരു രാഷ്ട്രീയ സസ്പെൻസ് ആയിരിക്കട്ടെ. പഞ്ചായത്തുകളിൽ കെ എം മാണി നേരിട്ട് ഭരിക്കാൻ പോവല്ല. ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? കാണുക ഡെമോക്രസി ഇന്ന് രാവിലെ 9:30. ചുങ്കത് ജ്വല്ലറി ഡെമോക്രസി ബ്രോട്ട് യു ബൈ ചുങ്കത് ജ്വല്ലറി, തിരുവനന്തപുരം, കൊല്ലം, കരുനാഗപ്പള്ളി, എറണാകുളം, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, ദുബായ്. powered by देश की आंख थंडरफोर्ड सिक्योरिटी डिवीजन एंड ट्रेनिंग अकादमी, गोवा, केरला, दिल्ली, तमिलनाडु, कर्नाटक, आंध्र प्रदेश एंड गुजरात. In association with തുടക്കം നല്ലതാകട്ടെ. താജ് ഗോൾഡ് ആട്ട, ശുദ്ധമായ ഗോതമ്പ് പൊടി. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആവേശ കാഴ്ചകൾ. Let's Football, brought to you by Easty. Easty ചായ ഇപ്പോൾ ഡബിൾ പഞ്ചോടുകൂടി. City Flower, Middle East Edition, brought to you by City Flower. City Flower Shopping Festival. City Flower department stores and hypermarket across Saudi Arabia and Bahrain.